ഹായ് കൂട്ടുകാരെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഭരണഘടന എന്ന ഭാഗത്തു നിന്ന് പൗരത്വം എന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വം. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടംകൊണ്ടിരിക്കുന്ന രാജ്യം ബ്രിട്ടൻ. ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 5 മുതൽ 11 വരെയാണ്. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത് 1955 ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1955. ഇന്ത്യയിലെ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തിക്ക് മാത്രമാണ് ലോക്സഭാ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും വോട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തിക്ക് മാത്രമാണ് ലോക്സഭാ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും വോട്ട് ചെയ്യാൻ സാധിക്കുന്നത്. പൗരത്വത്തെ സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരമുള്ളത് ഇന്ത്യൻ പാർലമെന്റിനാണ്. 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് എത്ര വിധത്തിൽ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നേടാം? 5 വിധത്തിൽ. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തരം, ചിരകാലവാസ മുഖേന, പ്രാദേശിക സംയോജനം മൂലം. അപ്പോൾ 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് എത്ര വിധത്തിൽ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നേടാമെന്ന് ചോദിച്ചാൽ 5 വിധത്തിൽ. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖേന ഉള്ള പൗരത്വം, ചിരകാലവാസ മുഖേനയുള്ള പൗരത്വം, പ്രാദേശിക സംയോജനം മൂലമുള്ള പൗരത്വം. ഇനി 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന് എത്ര വിധത്തിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാം? 3 വിധത്തിൽ നഷ്ടപ്പെടാം. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പരിത്യാഗം അല്ലെങ്കിൽ സ്വമേധയാ ഉള്ള പൗരത്വം ഉപേക്ഷിക്കൽ, പിന്നെ നിർത്തലാക്കൽ, പൗരത്വ അപഹരണം. അങ്ങനെ 3 വിധത്തിലാണ് നമുക്ക് പൗരത്വം നഷ്ടപ്പെടുന്നത്. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ചത് LM സിഗ്നി കമ്മിറ്റി ആയിരുന്നു. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്നത് വഴി വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന രീതിയാണ് രജിസ്ട്രേഷൻ. ഒരു ഇന്ത്യൻ പൗരന് ജന്മനാ ലഭിക്കുന്ന പൗരത്വം അറിയപ്പെടുന്നത് സ്വാഭാവിക പൗരത്വം. ഒരു രാജ്യത്തെ നിയമ നടപടികൾ പാലിച്ചുകൊണ്ട് ഒരു വ്യക്തി നേടിയെടുക്കുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം എന്ന് അറിയപ്പെടുന്നത്. ചിരകാല അധിവാസം മുഖേന മദർ തെരേസ ഇന്ത്യൻ പൗരത്വം നേടിയത് 1951 ചിരകാല അധിവാസ മുഖേന ലാറി ബേക്കർ ഇന്ത്യൻ പൗരത്വം നേടിയ വർഷം 1989. വാസ്തുവിദ്യ ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ലാറി ബേക്കർ. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം. ഇത് ആരുടെ വാക്കുകളാണ്? അരിസ്റ്റോട്ടിലിൻ്റെ വാക്കുകളാണ്. ഒരു ഇന്ത്യൻ പൗരന് ലഭ്യമാകുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ: വോട്ട് ചെയ്യാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. പൗരത്വ ഭേദഗതി നിയമം 2019 ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് 2019 ഡിസംബർ 10. പൗരത്വ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് 2019 ഡിസംബർ 11. പൗരത്വ ഭേദഗതി ബിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12. പൗരത്വ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 10. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരായിട്ട് 2014 ഡിസംബർ 30 മുൻപ് ഇന്ത്യയിൽ എത്തപ്പെട്ട ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്ന നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം 2019. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. ഇന്ത്യൻ പൗരത്വ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ: 1986, 1992, 2003, 2005, 2015, 2019. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ് അല്ലെങ്കിൽ PIO എന്ന പദ്ധതി ഇന്ത്യൻ ഗവൺമെൻറ് ആരംഭിച്ചത് 1999 മാർച്ച് 30.
PIO പദ്ധതി പ്രാബല്യത്തിൽ വന്നത് 2002 PIO കാർഡ് പദ്ധതി OCI പദ്ധതിയിൽ ലയിച്ചത് 2015 ജനുവരി 9. ഇന്ത്യൻ ഗവൺമെൻറ് 2004 രൂപം നൽകിയ പദ്ധതിയാണ് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഇന്ത്യ കാർഡ് അല്ലെങ്കിൽ OCI പദ്ധതി, ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ്. അപ്പോൾ പൗരത്വമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സിൽ ഇത്രയൊക്കെയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.